ഹലോ ഗായ്സ്, അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഇതാ സ്പെഷ്യലി ബീഫാണ്. അപ്പോൾ ഇന്ന് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഓൾറെഡി ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്കൊന്ന് പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചേർക്കണം. അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ചട്ടി ചൂടായി കടുക് കൂട്ടിയ ശേഷം സവാള, തേങ്ങാക്കൊത്ത്, പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റി എടുത്തതിന് ശേഷം മീറ്റ് മസാല, മല്ലിപ്പൊടി, മുളക് പൊടി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ പാകത്തിന് ചേർക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് അപ്പത്തിൻ്റെ കൂടെയും പിന്നെ ഇതാ 2-3 പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നും ടേസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം ചേച്ചി കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം അടിപൊളിയായിരുന്നു. ഉപ്പും മുളകും എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി ഇഷ്ടപ്പെട്ടു. അനിയത്തിക്കും ഇഷ്ടപ്പെട്ടു. അവൾ വീഡിയോ എടുക്കുന്നത് നമുക്കങ്ങനെ ഒരു ചമ്മലാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അവൾ അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തന്നെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.